ഹലോ, സ്മിതയാണ് കേട്ടോ. അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഒരുപാട് തവണ ആലോചിച്ച് ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. മറ്റൊന്നുമല്ല, നാഷണൽ സർവീസ് സ്കീമിൻ്റെ NSSൻ്റെ ഒരു ഡേ ടൈം. ഡിസംബറിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഓർമ്മയാണ് NSS ക്യാമ്പ്. വോളണ്ടിയറായും പ്രോഗ്രാം ഓഫീസറായും ഒരുപാട് വർഷങ്ങൾ. പിന്നീട് വ്യക്തിപരമായ തിരക്കുകൾക്കിടയിൽ NSS ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ സുരക്ഷിതമായൊരു കൈകളിൽ ഏൽപ്പിച്ച് പിന്മടങ്ങി. ആ ഓർമ്മകളൊക്കെയും അത്രത്തോളം ഭംഗിയുള്ളതും സ്നേഹത്തിൻ്റെ നൂലിഴയിൽ തുന്നിച്ചേർക്കപ്പെട്ടതുമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഗൂഗിൾ ഫോട്ടോസ് തന്ന ചില ഫോട്ടോസിന് പറയാൻ കഥകളേറെ ഉണ്ടാകും. NSS ക്യാമ്പിൻ്റെ ഓരോ ഫ്രെയിമും ഇങ്ങനെ മനോഹരമായ കഥകളാൽ ബന്ധിക്കപ്പെട്ടവയാണ്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈ ഓർമ്മകൾ എന്നെന്നും ഓർമ്മിക്കുവാനായി ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചത്. ഒരുപക്ഷെ ഇത് കാണുന്ന മറ്റൊരാൾക്ക് ഈ നിമിഷങ്ങളുടെ വില തിരിച്ചറിയണമെന്നില്ല. ഇതിലൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ ഈ നിമിഷങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യകാലത്ത് 10 ദിവസത്തെ ക്യാമ്പായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെയൊക്കെ ഗ്രാജുവേഷൻ ദിവസങ്ങളിലാണ് 7 ഡേ ക്യാമ്പ്, ഈ 7 ദിന ക്യാമ്പ് എന്ന മാറ്റം വന്നത്. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിലും ഏറ്റവും നല്ല ക്യാമ്പ് ദിനങ്ങൾ സമ്മാനിക്കുവാൻ ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസറായിരുന്ന സന്തോഷ് ബാബു സാർ ശ്രമിച്ചിരുന്നു. 7 ദിവസങ്ങൾ രാത്രിക്കും പകലിനും ദൈർഘ്യം കുറഞ്ഞു പോയോ എന്ന് തോന്നിപ്പോകും. ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്ത് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിൽ സ്റ്റേ ചെയ്ത് ഏതെങ്കിലും ഒരു ടാസ്ക് ആ വില്ലേജിന് വേണ്ടി കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മുടെ പ്രോജക്റ്റ്. ആഹാരമുണ്ടാക്കി ഒന്നിച്ചുണ്ടും ഒരുമിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും ഒരുമിച്ച് ക്ലീനിങ് ചെയ്തും പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തും അങ്ങനെ ജീവിതാനുഭവങ്ങളുടെ ശക്തമായ പാഠങ്ങൾ കേട്ടും അറിഞ്ഞും മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയും നോട്ട് മീ ബട്ട് യു എന്ന വാക്യം ഉറപ്പിച്ചു പറഞ്ഞും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്ന 7 ദിനരാത്രങ്ങൾ. ഗ്രേസ് മാർക്ക് എന്ന കാരണത്താൽ അല്ല നമ്മളിൽ പലരും NSSൽ ചേരുന്നത്. അറിഞ്ഞും ആസ്വദിച്ചുമാണ് NSSൻ്റെ ഓരോ വർക്കും ചെയ്തു തീർക്കുന്നതും. ഒരുപാട് പ്രോഗ്രാംസും ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാകും. യോഗ, അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഹെൽത്ത് കെയർ, സെൽഫ് ഡിഫെൻസ്, എഡ്യൂക്കേഷൻ, ഓണ്ടർപ്രണർഷിപ്പ്, സ്വയം തൊഴിൽ വിനോദ വിജ്ഞാന നിമിഷങ്ങൾ, സർവേകൾ, വിവിധങ്ങളായ ഫീൽഡ് വിസിറ്റുകൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്നതിനെയെല്ലാം ഒരു പാക്കേജാക്കി 7 ദിവസങ്ങൾ നമുക്ക് നൽകുകയാണ്. NSS വോളണ്ടിയറായ ദിനങ്ങൾ ആഘോഷങ്ങളാണെങ്കിൽ പ്രോഗ്രാം ഓഫീസർ എന്നത് ഏറെ റെസ്പോൺസിബിൾ ആക്കുന്ന ഒന്നാണ്. ക്യാമ്പ് ദിവസങ്ങളിൽ എല്ലാ അധ്യാപക അനധ്യാപകരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടായിരിക്കും. സാധാരണ എല്ലാവർക്കും ഒരു ഡേ ഡ്യൂട്ടിയും ഒരു നൈറ്റ് ഡ്യൂട്ടിയും ഉണ്ടായിരിക്കും. എത്തുന്ന ദിവസങ്ങളിലെ ഓരോ ആക്ടിവിറ്റിയിലും പൂർണ്ണമായും സന്തോഷമായിട്ടാണ് ഓരോ സ്റ്റാഫും പങ്കെടുക്കുന്നത്. ഇത്തവണ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു തൊട്ടടുത്തുള്ള പകൽ വീട് സന്ദർശിക്കുവാൻ നമ്മൾ പോയത്. ഒരുപാട് മറക്കാനാവാത്ത നിമിഷങ്ങളായിരുന്നു അവയൊക്കെയും. പ്രായമാകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവരെ കേൾക്കാനായി ഒരു ദിവസം, അവർക്ക് കാണാനായി സുന്ദരമായ കുറച്ച് നിമിഷങ്ങൾ. ആലപ്പുഴ UITയിൽ പ്രോഗ്രാം ഓഫീസറായിരുന്ന കാലഘട്ടത്തിൽ ഒരു ക്യാമ്പ് ദിവസം തൊട്ടടുത്ത് ജയിൽ വിമോചിതരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോകാൻ ഇടയായിരുന്നു. അന്ന് കണ്ട ചില മുഖങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഒരു നോവായി ഉണ്ട്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളും ഓർമ്മകളും ബാക്കി വെച്ചാണ് ഓരോ NSS ക്യാമ്പും പടിയിറങ്ങുന്നത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഓർമ്മകളുടെ താളുകൾക്കും കാലപ്പഴക്കത്തിൽ മങ്ങലേൽക്കാം. അതുകൊണ്ടാണ് ഇത്തവണത്തെ ക്യാമ്പിൻ്റെ ചില സുന്ദര നിമിഷങ്ങൾ ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചത്. കാലമേറെ കഴിഞ്ഞാലും ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയും പ്രിയമുള്ള മുഖങ്ങളൊക്കെയും ഓർത്തെടുക്കാൻ വേണ്ടിയും ഇത് ഇവിടെ കിടക്കട്ടെ അല്ലേ.